നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1996 മരണശേഷം ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച മുത്തശ്ശി വാഗ എന്നറിയപ്പെടുന്ന ബാബ വാഗ സ്വർണ്ണവിലയെക്കുറിച്ച് നടത്തിയ പ്രവചനം അച്ചട്ടായി മാറിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുക എന്നത് ഏറെക്കുറെ ദുസ്സഹം പിടിച്ച കാര്യമായി മാറിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ പണം കയ്യിലുണ്ടെന്ന് പറയുന്നവർക്ക് പോലും സ്വർണം വാങ്ങാൻ ബുദ്ധിമുട്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 2026 ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദം നേരിടുമെന്നും അതിന്റെ ഫലമായി സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ബാബ വാങ്ക പ്രവചിക്കുകയാണ്. 2026 ആവുമ്പോഴേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ അസ്ഥിരമാകും. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിന് ഗണ്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബാങ്കിംഗ് മേഖലയിലെ പ്രക്ഷുബ്ധത, കറൻസിയുടെ മൂല്യത്തകർച്ച, വിപണിയിലെ ലിക്വിഡിറ്റി കുറയൽ എന്നിവയാണ് ബാങ്കിംഗ് പ്രതിസന്ധിയുടെ ബാക്കി. ഇത് സാമ്പത്തിക അനിശ്ചിതത്വം വളർത്തുകയും ആളുകൾ സ്വർണം, വെള്ളി തുടങ്ങിയ സുരക്ഷിതമായ ആസ്തികളിലേക്ക് തിരിയാൻ കാരണമാവുകയും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന രീതിയിലാണ് നിലവിൽ സ്വർണം, വെള്ളി വില കുതിക്കുന്നത്. 3 വർഷത്തിൽ 3 ഇരട്ടിയായി സ്വർണ്ണവില. 1 ഗ്രാം സ്വർണം വാങ്ങാൻ 14,845 രൂപ ചെലവിടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 3 വർഷത്തെ സ്വർണ്ണവിലയുടെ ഗ്രാഫ് നോക്കിയാൽ സ്വർണ്ണവില 3 ഇരട്ടിയായി വർദ്ധിച്ചു. കഴിഞ്ഞ 3 വർഷത്തെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ 24 ക്യാരറ്റിന്റെ 10 ഗ്രാം സ്വർണം 2022 സെപ്റ്റംബറിൽ 50,000 കടന്ന് അവസാനത്തോടെ 52,670 രൂപയായി. 2023 ഇത് 65,330 രൂപയായിരുന്നു. അതുപോലെ 2024 വർഷാവസാനത്തോടെ 77,913 രൂപയായി. കഴിഞ്ഞ വർഷാവസാനത്തോടെ 1 ലക്ഷം കടന്ന് 1,30,000 രൂപയിലെത്തി. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 1.5 ലക്ഷം കടന്നുപോവുകയാണ് സ്വർണ്ണവില. അമേരിക്കയുടെ നികുതി നയം ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ അസ്ഥിരമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ആഗോള നിക്ഷേപകർ നേരിട്ട് സ്വർണത്തിൽ മാത്രം നിക്ഷേപം നടത്തുകയാണ് നിലവിൽ. അതിനാൽ സ്വർണത്തിന്റെ ആവശ്യം വർദ്ധിക്കുകയും വില കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അസ്ഥിരത കാരണം നിക്ഷേപകർക്ക് വിവിധ ഓഹരികളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. പണ്ട് മുതലേ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിശ്വാസം നിലനിർത്തിപ്പോരുന്ന സ്വർണത്തിൽ മാത്രം നിക്ഷേപം നടത്താൻ നിക്ഷേപകർ താല്പര്യം കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ കുറയുമോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ബജറ്റായിരിക്കും. ഉയർന്ന ആവശ്യം പരിഗണിച്ച് ഇറക്കുമതി തീരുവ കുറച്ചാൽ പ്രാദേശിക തലത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകും. GST റേറ്റുകളിൽ മാറ്റം വരുത്തുന്നതും വില കുറയുന്നതിന് സഹായകമാകും. ഇതിലുള്ള എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പാണ് ശേഷിക്കുന്നത്.